Namaskaram, Vandanam, Vanakkam, Salam Alaikum. Once again, welcome back to Magic Mushroom, everyone, friends. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയുടെ ഒരു കാലത്തെ രോമാഞ്ച കഞ്ചുകമായിരുന്ന എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ. മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. നമ്മുടെ എല്ലാ രോമാഞ്ചമായ ഷക്കീല എന്ന വ്യക്തിത്വം തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അവരൊരു നിശബ്ദ വിപ്ലവം തന്നെ ആയിരുന്നു എന്ന് പറയാം. അവര് മാത്രമല്ല, അവരുടെ ചിത്രങ്ങളുടെ വൻ വിജയം കണ്ടുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന അവരുടെ പട്ടാളം എന്ന് തന്നെ പറയാവുന്നവരായിട്ടുള്ള ധാരാളം പേരുണ്ടായിരുന്നു. മറിയ, സിന്ധു, ഹേമ, രേഷ്മ, അൽഫോൻസ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും. ഇവരുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. കാര്യം ഒരു നിശബ്ദ വിപ്ലവം തന്നെയാണ് ഷക്കീലയുടെ നേതൃത്വത്തിൽ ഉണ്ടായെന്ന് പറയാൻ. അക്കാലത്ത് സിനിമകൾ മുഴുവൻ സാമ്പത്തികമായിട്ട് പൊട്ടുന്നൊരു സമയത്ത് അക്കാലത്ത് 12 ലക്ഷം രൂപ 14 ലക്ഷം രൂപ ബജറ്റില് ഓരോ സിനിമകൾ, ഇവരുടെ ഓരോ സിനിമകൾ കോടികളാണ് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷക്കീലയുടെ ആദ്യത്തെ സിനിമ തന്നെ കിന്നാരത്തുമ്പികള് വെറും 12 ലക്ഷം രൂപയ്ക്കാണ് പടം ചെയ്തത്. ഇന്നത്തെ എ ക്ലാസ് തിയേറ്ററുകളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് 4 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. അപ്പോൾ നിർമ്മാണ ചെലവിന്റെ എത്ര ഇരട്ടി കളക്ട് ചെയ്തു എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ നായകന്മാരെന്നറിയപ്പെടുന്നത് മലയാള സിനിമയുടെ നെടുന്തൂണുകളെന്ന് അറിയപ്പെടുന്നവർക്ക് പോലും പറ്റാത്തൊരു കാര്യമാണെന്ന് അവര് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കുറിച്ച് നെറ്റ്ഫ്ലിക്സിൽ വരെ അവരെ കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്തത്. ആ നെറ്റ്ഫ്ലിക്സുകാര് ഒരു സീരീസ് തന്നെ ചെയ്തു അവരെ കുറിച്ച്. ജനനവും പിന്നീട് വളർന്നത് മദുരാശി പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ ആയിരുന്നു. അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള കുടുംബത്തിലായിരുന്നു. ഉറുദു ആയിരുന്നു ഇവർ മാതൃഭാഷയായിട്ട്. അത് ഒന്ന് നോട്ട് ചെയ്യണം. നമ്മുടെ കാര്യം ഉറുദു മാതൃഭാഷയായിട്ട് സംസാരിക്കുന്നവർ വളരെ കുറവായിരുന്നു. അവരുടെ അമ്മ പിന്നെ ആന്ധ്രാപ്രദേശിലുള്ളതും അച്ഛൻ തമിഴ്നാടും ഒക്കെ ആയിട്ട് ഒരുവിധം നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുന്നതായിരുന്നു. പക്ഷെ 14 വയസ്സുള്ളപ്പോൾ തന്നെ സിനിമാക്കാര് നോട്ടമിട്ടു. അന്നത്തെ നല്ല സൗന്ദര്യവും ശാരീരിക ഘടനയും ഒക്കെ വെച്ച് ആയിരിക്കാം സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ലൈം ലൈറ്റിന്റെ ആ ഒരു ഫെയിംനെസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ഞാനും നിങ്ങളും അടക്കം ആരും ഇല്ല. അങ്ങനെ 95-ല് 14-ാമത്തെ വയസ്സിലാണ് ഈ സിനിമ പ്ലേ ഗേൾസ് എന്ന്, ഇപ്പൊ അത് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പേര് വരെ അവർ അറിയുന്നത്. പ്ലേ ഗേൾസ് എന്നായിരുന്നു. അപ്പൊ അതൊരു സോഫ്റ്റ് ഫോൺ മൂവി ആയിരുന്നു, ബി ഗ്രേഡ് സിനിമയായിരുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമാവുകയും ചെയ്തു. അപ്പൊ ശ്രദ്ധേയമായതോടുകൂടി എന്ത് പറ്റി, ഷക്കീലയ്ക്ക് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവിയിലേക്കുള്ള സുഗമമായ യാത്രയും അവിടെ തടസ്സപ്പെട്ടു. സ്കൂളിൽ നിലവിൽ പോകാൻ പറ്റിയില്ല. എന്തായാലും സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പഠനം പൂർത്തീകരിക്കാതെ ഇറങ്ങേണ്ടി വന്നു. പിന്നീട് അവര് സിനിമയിൽ വലിയ ചാൻസുകൾ നോക്കിയില്ലെങ്കിലും 2000-ല് മലയാള സിനിമയിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു സംവിധായകൻ ഇത് കണക്ക് ഒരു സിനിമ, ഒരു ചെറിയൊരു സിനിമ അല്പം ബി ഗ്രേഡ് ആയിട്ടുള്ളത് എടുത്താലോ എന്ന് കണക്ക് കൂട്ടി തന്നെയാണ് ഇവരെ കണ്ട് സംസാരിക്കുന്നതും അവർ സമ്മതിക്കുന്നതും. കിന്നാരത്തുമ്പികൾ എന്ന പേരിൽ 2001-ല് ആ സിനിമ ഇറങ്ങി. 12 ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. അന്ന് പടം കേരളത്തിലെ ഹിറ്റ് ആയതോടുകൂടി മറ്റു പല വിതരണക്കാരും മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ളവരും ഈ ചിത്രം ഏറ്റെടുക്കുകയും ഡബ് ചെയ്ത് അവരവരുടെ സ്റ്റേറ്റുകളിൽ ഓടിക്കുകയും അവിടെ എല്ലാം വിജയമായിട്ട് മാറുകയും ചെയ്തു. പടങ്ങള് വമ്പൻ വിജയങ്ങളായിട്ട് മാറി. അവർക്ക് പുറകെ ഞാൻ ഈ പറയണത് അവരുടെ പട്ടാളം മറിയേയും ഹേമയും ദേവിയും എല്ലാരും എത്തി. പടങ്ങൾ വമ്പൻ വിജയങ്ങളായി. പേരുകളൊക്കെ നല്ല രസമായ ഓരോ സിനിമകളുടെയൊക്കെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാല് മനുഷ്യ ജീവിതത്തിന്റെ പല അർത്ഥതലങ്ങൾ കണ്ടെത്തുന്ന ഡ്രൈവിംഗ് സ്കൂള്, എണ്ണത്തോണി, ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ, കിന്നാരത്തുമ്പികള്, കിടന്നവ കണ്ടില്ല, ഒഴുകി വന്ന പോണ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ അന്നത്തെ അവാർഡ് സിനിമകളെന്ന് പറയണ്ട. യഥാർത്ഥത്തില്
ഇടനാഴിയിലെ ആ ഒരു നിഴലിന്റെ കാലച്ചയും അതും ഇതും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള സിനിമകളിൽ നിന്നും എല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് പച്ചയായ ജീവിതം മലയാള യുവത്വത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുകയായിരുന്നു. അങ്ങനെ തുറന്നു കാട്ടി എന്തിനു പറയുന്നു, മലയാള നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവസാനം എഴുന്നേറ്റിരിക്കാൻ ആരോഗ്യമില്ലാതായി, കാല് തേമ്പി, നടക്കാൻ വയ്യ, ശ്വാസം മുട്ടല്, സിനിമ കണ്ട് ഇടിച്ചു കയറി കണ്ടോണ്ടിരുന്ന അമ്മാവന്മാരിൽ പകുതി പേര് പടമായി. മലയാള സിനിമയുടെ ഈ പിന്നാമ്പുറങ്ങളൊന്നും അവർക്കറിയത്തില്ല. പ്രത്യേകിച്ചും ഷക്കീലെ പോലെ ഉറുദു ഒക്കെ സംസാരിച്ചിരുന്ന ഒരു നാടൻ ഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അവര് പറയുന്ന ഞെട്ടിപ്പോയെന്നാ പറയുന്നത്. ഒരു സിനിമ ഷൂട്ട് ചെയ്യും, റിലീസാകുമ്പോൾ 3 സിനിമ. ഇതങ്ങനെയാണ് ഇത്. അപ്പൊ ഇവർക്ക് കാശ് കൊടുക്കുന്നു, കോൾ ഷീറ്റ് മേടിക്കുന്നു, രാവിലെ 6 മണിക്ക് സിനിമ തുടങ്ങുന്നു, ഷൂട്ടിങ് തുടങ്ങുന്നു, വൈകിട്ട് ഇവര് ഈ നേലം തൊടാതെ ആഹാരം കഴിക്കാൻ പോലും സമയമില്ല, ഷൂട്ടിങ് നടക്കുക. അപ്പൊ ഇവര് ഇത്തവണ ദേശീയ അവാർഡ് വല്ലതും കിട്ടുമായിരിക്കും. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സംഭവം എന്താണ്? ഒരു മുറിയിൽ ഒരു സിനിമ, അടുത്ത മുറിയിൽ മറ്റൊരു കഥ, അതിന്റെ അടുത്ത മുറിയിൽ മറ്റൊരു കഥ. ഇത് പലതത്തേക്ക് ഇവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവര് അഭിനയിക്കുകയാണ്. അപ്പൊ പിന്നെ പടം ഇറങ്ങി റിലീസായി കഴിയുമ്പോഴത്തേക്ക് അടുത്തടുത്ത തിയേറ്ററുകളിൽ 3 സിനിമ ഓടും. ഇതങ്ങനെയാ? അതിന് നെടിയൂപ്പിനെയും വെച്ച് എഴുതായിരിക്കും എന്നാണ് സമാധാനം. അപ്പോഴാണ് ഇവര് പിന്നീടാണ് അറിയുന്ന ഒരു 5 സിനിമ അവരുടെ ഇറങ്ങുമ്പോൾ 15 സിനിമകൾ അതല്ലാതെ ഇറങ്ങുമായിരുന്നു. ഇത് നിർമ്മാതാവും സംവിധായകനും ക്യാമറാമാനും കൂടെ ചെയ്യുന്ന കളികളായിരുന്നു. അവരെന്തരൊക്കെ ആയാലും വിഷമത്തോടെ പിന്നെ ആയാലും വിട്ടുപോകേണ്ടി വന്നു. കാര്യം എന്ന് പറയാൻ പോയ പറ്റും, ഇവിടെ ഇത് ആവശ്യമില്ല, ആ നിലയ്ക്ക് എത്തി കാര്യങ്ങൾ. അപ്പോ അങ്ങനെ ഇവര് പതുക്കെ ഓരോരുത്തരായിട്ട് രംഗം വിട്ടു. ഇതിന്റെ ഇടയ്ക്ക് തന്നെ അവര് പ്രഖ്യാപിച്ച് ഇനി ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്നില്ലെന്ന്. ഭയങ്കര ശോകമൂകമായ ഒരു അന്തരീക്ഷമായിരുന്നു കേരളത്തില്. എങ്ങും കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ചെറുപ്പക്കാരുടെ മുഖത്ത് വൈഷമ്യത്തോടെ അവിടെ ഇവിടെ ഇരിക്കുന്നു. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. അങ്ങനെ ഇവര് തമിഴ്നാട്ടിൽ തിരിച്ചു പോയി. പിന്നെ ഇവര് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇവര് രാഷ്ട്രീയത്തിലിറങ്ങി. എന്തായാലും കോൺഗ്രസിലാണ് ചേർന്നതില്ല. ഇരുതിയിൽ നിന്ന് വറയട്ടിയിലേക്ക് എന്ന് പറഞ്ഞ കണക്ക് അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ കേരളത്തില് ഒരേ സമയം 3 സിനിമ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ഇതിപ്പോ ഇട്ടിരുന്ന ചെട്ടി പോലും കാണാനില്ലാത്ത അവസ്ഥയായിരുന്നു. അവസാനം കോൺഗ്രസിൽ നിന്നെടുത്ത് ചാടി ഓടി. ഇപ്പോഴും അവര് സ്വസ്ഥവും സമാധാനവുമായിട്ട് മദിരാശി പട്ടണത്തിന്റെ ഏതോ കോണില് വീടൊക്കെ മേടിച്ച് അവിടെ അവരൊറ്റയ്ക്ക് അവരുടെ ജീവിതം ആസ്വദിച്ച് മുൻപോട്ട് പോകുന്നു എന്നാണ്. എല്ലാം ഒന്നിനും ഒരു കുറവുമില്ല. ഒരു ആ കാലങ്ങളിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലവും കൂടെ മേടിച്ചിരുന്ന നടിയാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവില്ല. സൂര്യാസ്തമയവും സൂര്യോദയവും ഒക്കെ ആസ്വദിച്ച് അവരാ വീട്ടിൽ ഒതുങ്ങിക്കൂടും. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.